14ാമത്തെ വയസ്സിൽ എനിക്ക് PMOS ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് എന്റെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 9 വർഷം ഞാൻ പല മരുന്നുകളും കഴിച്ചു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചൊരു മാറ്റം എനിക്ക് കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞ സമയം ഞാൻ ഹൗസ് സർജൻസി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞ് മതി ഒരു കുഞ്ഞെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് 1 വർഷത്തോളം നോക്കിയിട്ടും പ്രഗ്നന്റ് ആയില്ല. റിലേറ്റീവ്സിൽ പലരും എന്നോട് നേരിട്ടും എന്റെ പാരന്റ്സിനോടും ഒക്കെ ചോദിക്കാൻ തുടങ്ങി, അവളോട് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറയേ, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയേ എന്നൊക്കെ. ഓരോ മാസവും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആവുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായി പഠിക്കാൻ തുടങ്ങി. നമ്മുടെ ഭക്ഷണ രീതി, ജീവിതശൈലി, സ്ട്രെസ്, ഇതൊക്കെ ഹോർമോൺസുമായി എങ്ങനെ കണക്റ്റഡ് ആണ് എന്നൊക്കെ. എന്നിട്ട് അത് എന്റെ ലൈഫിൽ തന്നെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. സ്ഥിരമായി ശ്രമിച്ചപ്പോൾ 3 മാസം കൊണ്ട് തന്നെ എന്റെ ബോഡിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്റെ പീരിയഡ്സ് റെഗുലറായി, ആരോഗ്യത്തിൽ മാറ്റം വന്നു. അങ്ങനെ 3ാമത്തെ മാസം നാച്ചുറലി പ്രഗ്നന്റ് ആയി. അതുകൊണ്ട് ഇന്ന് PMOS ഉള്ള സ്ത്രീകളോട് ഞാനൊരു കാര്യം പറയാം: ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ആദ്യം നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കണം. അതോടൊപ്പം കറക്റ്റ് ഗൈഡൻസ് കൂടെ കിട്ടിയാൽ മാറ്റം ഉറപ്പാണ്. നിങ്ങൾക്ക് PMOS ഉണ്ടെങ്കിൽ PMOS എന്ന് കമന്റ് ചെയ്യൂ. ഫ്രീ PMOS ചെക്ക് ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം.